പ്രിയ മേഡം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ധനു രാശിയിലാണ്. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് നിങ്ങൾ ഒരു നിയമതർക്കത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കാലതാമസത്തിന് ശേഷം പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു വിദഗ്ധനും അറിവുള്ളവനുമായ അഭിഭാഷകന്റെ ഉപദേശം തേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല, കാരണം അധികാരികൾ നിങ്ങളെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ നിയമപോരാട്ടം നിങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന സൂചനകളുണ്ട്. അതിനാൽ നിങ്ങൾ വളരെ ക്ഷമയോടെ ഇരിക്കേണ്ടി വന്നേക്കാം. തിടുക്കത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതിനാൽ ക്ഷമ പാലിക്കാൻ നിങ്ങളോട് എപ്പോഴും ശുപാർശ ചെയ്യുന്നു. 2026-ൽ ശനി നിങ്ങൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ സംരക്ഷണത്തിനും സുഗമമായ പുരോഗതിക്കും ശുപാർശ ചെയ്യുന്നു. പ്രതിവിധി: പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പ്രിയ മേഡം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ധനു രാശിയിലാണ്. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് നിങ്ങൾ ഒരു നിയമതർക്കത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ കാലതാമസത്തിന് ശേഷം പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു വിദഗ്ധനും അറിവുള്ളതുമായ അഭിഭാഷകന്റെ ഉപദേശം തേടുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അധികാരികൾ നിങ്ങളെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ നിയമ പോരാട്ടം നിങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന സൂചനകളുണ്ട്. അതിനാൽ നിങ്ങൾ വളരെ ക്ഷമയോടെ ഇരിക്കേണ്ടി വന്നേക്കാം. തിടുക്കത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതിനാൽ ക്ഷമയോടെ ഇരിക്കാൻ നിങ്ങളോട് എല്ലായ്പ്പോഴും ശുപാർശ ചെയ്യുന്നു. 2026-ൽ ശനി നിങ്ങൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ സംരക്ഷണത്തിനും സുഗമമായ പുരോഗതിക്കും വേണ്ടി പ്രകൃതിയിൽ സമയം ചെലവഴിക്കാൻ താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ശുപാർശ ചെയ്യുന്നു. പ്രിയ മേഡം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ധനു രാശിയിലാണ്. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് നിങ്ങൾ ഒരു നിയമതർക്കത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കാലതാമസത്തിന് ശേഷം പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു വിദഗ്ധനും അറിവുള്ളതുമായ അഭിഭാഷകന്റെ ഉപദേശം തേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. പരിഭ്രാന്തരാകേണ്ടതില്ല, കാരണം അധികാരികൾ നിങ്ങളെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ നിയമ പോരാട്ടം നിങ്ങൾക്ക് അനുകൂലമായി വരുമെന്ന് സൂചനകളുണ്ട്. അതിനാൽ നിങ്ങൾ വളരെ ക്ഷമയോടെ ഇരിക്കേണ്ടി വന്നേക്കാം. തിടുക്കത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതിനാൽ ക്ഷമ പാലിക്കാൻ നിങ്ങളോട് എപ്പോഴും ശുപാർശ ചെയ്യുന്നു. 2026-ൽ ശനി നിങ്ങൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ സംരക്ഷണത്തിനും സുഗമമായ പുരോഗതിക്കും ശ്രമിക്കുക. പ്രതിവിധി: പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പ്രിയ കർക്കടകം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ധനു രാശിയിൽ നിൽക്കുന്നു. നിങ്ങൾ ദയയും സഹാനുഭൂതിയുമുള്ളവരായതിനാൽ വൈകാരിക രോഗശാന്തി കഴിവുകൾ നിങ്ങൾക്ക് സ്വാഭാവികമായി ലഭിക്കുന്നു. ആളുകൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഭൂതകാലത്തിൽ ആകൃഷ്ടരാണ്, കൂടാതെ ആ വിഷയത്തെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിരന്തരം ശ്രമിക്കുന്നു. നിങ്ങളുടെ സൂക്ഷ്മമായ മനസ്സ് കാരണം നിങ്ങൾക്ക് വളരെയധികം മാനസിക വേദനയും ആശങ്കയും ഉണ്ടാക്കുന്ന ഈ സങ്കീർണമായ പ്രശ്നം പരിശോധിക്കാനും പരിഹരിക്കാനും എളുപ്പമായിരിക്കും. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മാനസികവും യുക്തിസഹവുമായ ചിന്താശേഷി കാരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാണ്. ഈ വർഷം വ്യാഴം നവീകരണത്തിന് പ്രചോദനം നൽകുന്നതിനാൽ വൈകാരിക സൗമ്യത വർദ്ധിപ്പിക്കാനും ആന്തരികമായ യോജിപ്പിനെ പിന്തുണയ്ക്കാനും കഴിയും. പ്രതിവിധി: പഴയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുക. പ്രിയ സിംഹരാശിക്കാരെ, ഇന്ന് ധനുരാശിയിൽ ചന്ദ്രന്റെ സ്ഥാനം കാരണം നിങ്ങളുടെ ഉത്കണ്ഠയുടെ അളവ് വളരെ ഉയർന്നതായിരിക്കാം. നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ചെറിയ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കാഴ്ചപ്പാടുകളിലെ വിയോജിപ്പ് കാരണമോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായ ചിന്താഗതിയിലായിരിക്കാം എന്നതിനാലോ ആകാം. ക്ഷമ ഒരു പുണ്യമാണ്. ഈ സാഹചര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധയോടെ സമീപിക്കണം. ചുവപ്പു നിറം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. രാവിലെ 9 മണി മുതൽ 10 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. രാഹു ഈ വർഷം അനിശ്ചിതത്വം കൊണ്ടുവന്നേക്കാം. ഒരു വസ്തു അടുത്ത് സൂക്ഷിക്കുക അല്ലെങ്കിൽ ധരിക്കുക. പരിഹാരം: ഒരു പുസ്തകം വായിക്കുക. പ്രിയ കന്നിരാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ധനു രാശിയിലാണ്. ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തോട് വളരെ വ്യത്യസ്തവും
അതുല്യവുമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകും. പ്രായോഗികതയുടെയും യുക്തിസഹതയുടെയും കാര്യത്തിൽ നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുകയും സ്വാധീനിക്കപ്പെടുകയും ചെയ്യും. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ഇന്ന് നിങ്ങളുടെ ചിന്താരീതിയെയും പ്രവർത്തനരീതിയെയും മാറ്റിയേക്കാവുന്ന ചില സാഹചര്യങ്ങളോ അനുഭവങ്ങളോ ഉണ്ടാകാം. ഈ കാഴ്ചപ്പാടിലെ മാറ്റം നിങ്ങൾക്ക് ധാരാളം പ്രയോജനങ്ങൾ നൽകും. മറ്റുള്ളവരും നിങ്ങളിലെ ഈ മാറ്റം ശ്രദ്ധിക്കുകയും നിസ്സംശയമായും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേഗം ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത്. ഈ അധ്യായത്തിൽ ഒരു കുറവുമില്ലാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. ശനിപ്രേരിത വെല്ലുവിളികളെ അതിജീവിക്കാൻ താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് ഒരു പുതിയ ഹോബി പരീക്ഷിക്കാൻ ശുപാർശ ചെയ്യുന്നു. പ്രിയ തുലാം രാശിക്കാരെ, ധനുരാശിയിൽ ചന്ദ്രന്റെ സ്വാധീനം കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ കടന്നുവരുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചുവരികയായിരിക്കാം. ഇത് നിങ്ങളുടെ ചിന്തകളെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനുള്ള അധിക നേട്ടം നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്ന രീതിയിൽ നിങ്ങൾ സന്തുഷ്ടരായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലും ചുറ്റുമുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിലും നല്ല മാറ്റങ്ങൾ വരുത്താൻ ഈ സമയം ഉപയോഗിക്കുക. എന്നിരുന്നാലും നിങ്ങളുടെ അഹങ്കാരം നിങ്ങളെ കീഴടക്കാൻ അനുവദിക്കരുത്. ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം വൈൻ റെഡ് ആണ്. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നത് ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ് ശുഭസമയമെന്നാണ്. ശനിയുടെ ശക്തമായ സ്വാധീനം സന്തുലിതമാക്കാൻ താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പതിവായി വ്യായാമം ചെയ്യാൻ ശുപാർശ ചെയ്യുന്നു. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ധനുരാശിയിലെ ചന്ദ്രൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രയാസകരമായ ദിവസത്തെ സൂചിപ്പിക്കുന്നു. ഇത് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും അസ്വസ്ഥനാക്കുകയും ചെയ്യും. നിങ്ങൾ ക്ഷമ പാലിക്കുകയും നിങ്ങളുടെ ശാന്തത നിലനിർത്തുകയും വേണം. ഒരു അടുത്ത സുഹൃത്തുമായോ കാമുകനുമായോ ഉള്ള വഴക്കിന്റെ ഫലമായി നിങ്ങൾക്ക് പിരിമുറുക്കം അനുഭവപ്പെടാം. പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ വികാരങ്ങളെയും കോപത്തെയും നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിക്കണം. ഒരു ശീതയുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ആദ്യപടി സ്വീകരിക്കാനും ബന്ധപ്പെടാൻ ശ്രമിക്കാനും ശുപാർശ ചെയ്യുന്നു. പച്ചനിറം നിങ്ങളുടെ ഭാഗ്യനിറമാണ്. വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ഈ വർഷം ശനി കാര്യമായ മാറ്റങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. അതിനാൽ ഒരു അല്ലെങ്കിൽ സൗമ്യമായ പരിഹാരത്തിന് സഹായിക്കും. പരിഹാരം ശാന്തമായ സംഗീതം കേൾക്കുക. പ്രിയ ധനുരാശിക്കാരെ, താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് നിങ്ങളുടെ ശ്രദ്ധ പല ദിശകളിലേക്ക് തിരിയുന്നതിനാൽ നിങ്ങൾക്ക് അമിതഭാരം അനുഭവപ്പെടാം. എന്നിരുന്നാലും ധനുരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ എല്ലാ പ്രവർത്തനങ്ങളും സന്തോഷകരമായിരിക്കും. നിങ്ങളുടെ എല്ലാ പ്രതിബദ്ധതകളും സന്തുലിതമാക്കുക എന്നതാണ് പ്രധാനം. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തകൾ വ്യതിചലിച്ചാലും ജോലിയിൽ പുരോഗതി തുടരുക. ഇന്ന് നിങ്ങളുടെ മാനസികാരോഗ്യവും ഉൽപ്പാദനക്ഷമതയും നിലനിർത്താനുള്ള ഏകമാർഗം എല്ലാ മേഖലകളിലും സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നതാണ്. നീലനിറം നിങ്ങൾക്ക് ഭാഗ്യനിറമാണ്. രാവിലെ 9 മണി മുതൽ രാവിലെ 11:30 വരെ നിങ്ങൾക്ക് ശുഭകരമാണ്. ഈ വർഷം വ്യാഴം അവസരങ്ങളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനാൽ പ്രതിവിധി നന്ദി പ്രകടിപ്പിക്കുക. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ധനുരാശിയിൽ നിൽക്കുന്നതിനാൽ ഇത് വിനോദത്തിന്റെയും ഒഴിവുസമയത്തിന്റെയും ദിവസമായിരിക്കും. സാമൂഹിക പ്രവർത്തനങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടെ സംഭവിച്ച മാറ്റങ്ങളെ നിങ്ങൾ അഭിനന്ദിക്കും. നിങ്ങളുടെ മുന്നിലുള്ള പാതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. പുതിയ ബൗദ്ധിക വഴികൾ പര്യവേക്ഷണം ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ എല്ലാ വ്യത്യസ്ത ഹോബികളും കണക്കിലെടുത്ത് അവയെ വിലമതിക്കുക. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. വയലറ്റ് നിറം നിങ്ങൾക്ക് ഇന്നത്തെ ഭാഗ്യനിറമാണ്. രാഹു വളരെ സജീവമായതിനാൽ സ്ഥിരതയും വ്യക്തതയും ഉറപ്പാക്കാൻ കഴിയും. പ്രതിവിധി സമ്മർദ്ദമുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയ കുംഭം രാശിക്കാരെ, നിങ്ങളുടെ സ്വപ്നങ്ങളുമായി യോജിക്കുന്നില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ചില മേഖലകളെക്കുറിച്ച് നിങ്ങൾക്ക് അസന്തുഷ്ടി തോന്നിയേക്കാം. എന്നിരുന്നാലും ധനുരാശിയിലെ ചന്ദ്രന്റെ സ്വാധീനം കാരണം ആവശ്യമായ ധൈര്യം സംഭരിക്കാൻ നിങ്ങൾക്ക് കഴിയും.
കൂടാതെ യുക്തിരഹിതമാകാതെ നിങ്ങളുടെ അഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ എങ്ങനെ കഴിയുമെന്ന് വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. താരാ സിത്താര, പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉപദേശിക്കുന്നത് നിങ്ങളുടെ അഭിലാഷങ്ങൾ കൈയെത്താത്ത ദൂരത്താണെന്ന് കരുതരുത് എന്നാണ്. നിങ്ങൾ ശ്രദ്ധയോടെ പ്രവർത്തിക്കുകയും എല്ലായ്പ്പോഴും പൂർണ്ണതയ്ക്കായി പരിശ്രമിക്കുകയും ചെയ്താൽ നിങ്ങളെ തടയാൻ ഒന്നിനും കഴിയില്ല. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം മികച്ച ഫലങ്ങൾക്കായി ഉച്ചയ്ക്ക് 1:45 മുതൽ ഉച്ചയ്ക്ക് 2:45 വരെയുള്ള സമയത്ത് എല്ലാ പ്രധാന കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുക. പർപ്പിൾ നിറമാണ് ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യനിറം. ഈ വർഷം നിങ്ങളുടെ ചാർട്ടിൽ ശനി ശക്തമായതിനാൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയ മീനം രാശിക്കാരെ, ധനുരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങൾ കൂടുതൽ സാഹസികരായിരിക്കാം. കൂടാതെ പുതിയ അനുഭവങ്ങൾ തേടുകയും ചെയ്യും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പുറത്തുവരാനും സ്വയം മോചിപ്പിക്കാനും നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. കാരണം സാധാരണ രീതി നിങ്ങൾക്ക് ഫലപ്രദമാകില്ല. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് ചില അപകടസാധ്യതകൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പോലും നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ്. നല്ല ഭാഗ്യത്തിനും സമ്പത്തിനും വേണ്ടി ഓറഞ്ച് നിറത്തിലുള്ള ഒരു വസ്തു ധരിക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമായ കാലഘട്ടമായതിനാൽ നിങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട ജോലികളും ഈ സമയത്ത് ആസൂത്രണം ചെയ്യുക. ഈ വർഷം ശനിയുടെ ശക്തമായ ഊർജം സന്തുലിതാവസ്ഥയ്ക്കായി വിവേകപൂർവ്വം ഉപയോഗിക്കുക. പ്രതിവിധി: ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യുക.